ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗൻ തീർത്തും നിരപരാധിയാണെന്ന് വിശ്വസിക്കാറായിട്ടില്ല. ജഗന്റെ കാർ ഇടിക്കുന്നതിന് മുൻപ് രാജീവ് സാറിന്റെ കാറിൽ ഏതെങ്കിലും വാഹനം ഇടിച്ചിട്ടുണ്ടോ എന്നുള്ള ജഗന്റെ സംശയം തന്നെയാ എനിക്കും ACPക്കുള്ളത്. ജഗ, ആ സംശയത്തിന്റെ ചുരുൾ അഴിക്കാനുള്ള ശ്രമത്തിലാ ACP. രമേശേ, ഈ മാധവൻ നായരുടെ വീട് എവിടെയാ? ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ആദ്യം കാണുന്ന വീടാ മേഡം. അല്ല, താനെന്താ ഇവിടെ കിടന്ന് ഇറങ്ങുന്നേ? അല്ല മേഡം, ഇവനെ കണ്ടപ്പോ തന്റെ ചില ചുറ്റിക്കളികളൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പാട്ടാ. അങ്ങനൊന്നുമില്ല മേഡം. എങ്ങനില്ലാന്ന്? അല്ല, അങ്ങനൊന്നുമില്ല. എടുത്ത് എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ചുറ്റിക്കളിയൊക്കെ നിർത്തിയിട്ട് പോവാൻ നോക്ക്. ഓ, ഫ്രണ്ടിന്റെ പേരെന്താ? പ്രകാശ്. വണ്ടി എടുക്ക. പ്രകാശന് ആളിനെ മനസ്സിലായോ? അത് ACP മേഡം, വൈഗ. മനസ്സിലായി. ACP എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്? ഒരു കാര്യവും ഇല്ലാതെ ACP വൈഗ പ്രകാശന്റെ അച്ഛൻ മാധവൻ നായരുടെ വീട് തിരക്കി പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാര്യം ഞാൻ പറയാം. തെറ്റ് ചെയ്യാത്ത ജഗനെ കുറ്റവിമുക്തനാക്കി യഥാർത്ഥ കുറ്റവാളിയെ പൂട്ടുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കാം അവര്. ജഗൻ അധികം നാളൊന്നും അകത്ത് കിടക്കേണ്ടി വരില്ല. അത് കേട്ടിട്ടും ജഗനെന്താ ഒരു സന്തോഷമില്ലത്തെ? കരയുന്നോ? എന്താ ജഗ, എന്താ പറ്റിയത്? എനിക്ക് വന്നതിനോട് ഒരു സത്യം കൂടി പറയാനുണ്ട്. എന്നെ പിടിക്കാൻ ഏത് നേരവും ഇവിടെ പോലീസ് എത്തും. പോലീസുകാരെത്തുന്നോ? മനസ്സിലായില്ല. എന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടില്ല. കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന വഴി പോലീസുകാർ വണ്ടി നിർത്തിയപ്പോ ചാടി രക്ഷപ്പെട്ടതാ ഞാൻ. എന്താ ജഗ ഇത്? ജഗൻ എന്ത് പണിയായി കാണിച്ചേ? വർഷയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസുകാർ സമ്മതിച്ചില്ല. എന്ത് മാർഗം ഉപയോഗിച്ചും വന്ദന പറഞ്ഞ ആഗ്രഹം സാധിക്കണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും ചടങ്ങ് കഴിഞ്ഞല്ലോ. ഇനി ഒളിച്ചോടാ നല്ല തീരുമാനം. നേരിട്ട് പിടികൊടുത്ത് നിയമം അനുസരിക്കാനാ. വേണ്ടായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ ഇത്രയും ഗുരുതരമായൊരു കുറ്റം അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയുള്ള കേസിന്റെ ഗതിക്ക് ഈ തെറ്റൊരു ബ്ലാക്ക് മാർക്കായി തന്നെ നിലനിൽക്കും. വേണ്ടായിരുന്നു.